രചനകളെ കുറിച്ചും വർക്കിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുടെ വീഡിയോവും നിങ്ങൾക്ക് കാണിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ചില കാരണങ്ങളാൽ നമുക്കതിന് കഴിയാതെ വന്നിട്ടുണ്ട്. അടുത്ത ദിവസം അഭയത്തില് അതിന്റെ പ്രവർത്തകർ വന്ന അഭയപ്രവർത്തകര് നിങ്ങൾക്ക് അത് ആ വീഡിയോ കാണിച്ചു തരികയും ചെയ്യും. എന്തായാലും നമുക്ക് പൊൻകുന്നം വർക്കിയിലേക്ക് പോവാം. ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ 1958 വരെ മലയാള സാഹിത്യത്തിന്റെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. 88 ശേഷം സാഹിത്യം ഉണ്ടായില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷേ മലയാള സാഹിത്യത്തില് 1930-കൾക്ക് ശേഷം സാഹിത്യ രംഗത്ത് ധാരാളം പരീക്ഷണങ്ങൾ നടക്കേണ്ടത്. അത് കഥ പറയുന്നതിൽ, നാടകം അവതരിപ്പിക്കുന്നതിൽ, കവിത പറയുന്നതിൽ, നോവൽ എഴുതുന്നതിൽ, എന്ന് വെച്ചാൽ മനുഷ്യ മനസ്സിലേക്ക് കയറാനുള്ള, തനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എങ്ങനെ വ്യക്തമായി എത്തിക്കാം എന്നുള്ളതിനുള്ള പല സാധ്യതകളും പരീക്ഷിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അക്കാലത്ത് ധാരാളം എഴുത്തുകാർ മലയാള സാഹിത്യത്തിലുണ്ടായി. കഥാരംഗത്തും കവിതാരംഗത്തും നോവൽ രംഗത്തും ഒക്കെ, നാടകരംഗത്തും ഒക്കെ പ്രതിഭാധനന്മാരായിട്ടില്ല, എന്ന് വെച്ചാൽ കഴിവുള്ളവരായിട്ടില്ല അവരാണ് നമുക്ക് ഒരു പറ്റം മനുഷ്യരെ മലയാളിക്ക് തന്നത്. അവർ ചെയ്ത ത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അഭയം എന്ന ചിന്തയും അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉയർന്നു വന്നതാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. കാരണം അക്കാലത്തുള്ളവർ 1930-കൾക്ക് ശേഷം വിതച്ചിട്ട മണ്ണിലാണ് അഭയം പോലുള്ള, അല്ലെ അഭയത്തിന്റെ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് പശിമയുള്ള മണ്ണ് നൽകിയത് അവരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്തരത്ത് ആ കാലത്ത് ഉയർന്നു വന്ന ഒരു എഴുത്തുകാരനെ കുറിച്ചാണ് നമുക്കിന്ന് കേൾക്കാനുള്ളത്. 1939 തിരുമുൽക്കാഴ്ച എന്ന് പറയുന്ന ഗദ്യ കവിതയുമായിട്ട് മലയാള സാഹിത്യ രംഗത്തേക്ക് കയറി വന്ന എഴുത്തുകാരനാണ് പൊൻകുന്നം വർക്കി. പൊൻകുന്നം വർക്കി ജനിച്ചത് ആലപ്പുഴയില് 1910 ജൂലൈ 1-നാണ്. ആലപ്പുഴയിലെ എടത്വയിലാണ് ജനിച്ചത്. വളരെ കുറച്ചു കാലം മാത്രമേ വർക്കിക്ക് അവിടെ താമസിക്കാനുള്ള യോഗം ഉണ്ടായുള്ളൂ. പിതാവിന്റെ മരണശേഷം അദ്ദേഹം അമ്മ വീടായ പൊൻകുന്നത്തേക്ക് പോന്നു. കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്താണ് വർക്കിയുടെ ബാല്യകാലം അത്രയൊന്നും സുന്ദരമായിരുന്നില്ല, ദാരിദ്ര്യമായിരുന്നു എന്നതിന് തെളിവ് അദ്ദേഹം തന്നെ ഒരിക്കൽ ഗുപ്തൻ നായർക്ക് എഴുതിയിട്ടുള്ള ഒരു കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ വാക്കുകൾ ഞാൻ കേൾപ്പിക്കാം. സ്നേഹിത, ഞാൻ കഥാകാരനല്ല. ചുറ്റുപാടുകൾ എന്നെ കഥാകാരനാക്കിയതാണ്. എനിക്ക് പരിചയമുള്ള കഥയും കഥാപാത്രങ്ങളുമാണ് എന്റെ കഥകളിൽ കടന്നു വരുന്നത്. എന്തുകൊണ്ടെന്നാൽ എന്നെ ആരും പള്ളിക്കൂടത്തിൽ ചേർത്തിട്ടില്ല.
കേട്ടതുമില്ല. അയൽപ്പക്കത്തെ കുട്ടികൾ സ്കൂളിൽ പോയപ്പോൾ ഞാനും പോയി. അങ്ങനെ ക്ലാസ്സിൽ കയറി. സ്കൂളിൽ വിടാൻ അമ്മയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ പണമില്ല. ജീവിതത്തിൽ ആദ്യമായി യാചകന്റെ വേഷം കെട്ടി. 2 മാർഗം എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. ഒന്ന് ജീവിക്കാൻ ഭാണ്ഡം പേറിയ കഴുതയെ പോലെ ജീവിക്കുക, അനുസരിച്ച് ജീവിക്കുക. രണ്ടാമത്തെ ഒരു വഴി ചെന്നായിയുടെ ശൗര്യത്തോടെ പല്ലും നഖവും ഉപയോഗിച്ച് കടിച്ചു മാന്തി മുന്നേറുക. എന്റെ എഴുത്തിൽ അശ്ലീലമുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമല്ല. പൊൻകുന്ന വർക്കിയുടെ ശരീരത്തിനും എഴുത്തിനും ഒരേ മണമാണ്. മണ്ണിന്റെ, ചാണകത്തിന്റെ, വിയർപ്പിന്റെ, ചിലപ്പോഴൊക്കെ കള്ളിന്റെയും. തന്റെ വാക്കിനെയും ചിന്തയെയും ആലങ്കാരികതയുടെ ചിന്തയിൽ ഉപയോഗിച്ച് വർക്കി ഒരിക്കലും ഭംഗി വരുത്തിയിരുന്നില്ല. ജീവിതം സമരം മനുഷ്യ സ്നേഹവുമായിരിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 2004 ജൂലൈ മാസത്തിൽ 94-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു, നമ്മോട് വിട പറഞ്ഞു. വർക്കിയുടെ 6 ചെറുകഥാ സമാഹാരങ്ങള്, 19 നാടകങ്ങള്, ഒരു ചെറിയ നോവല് പുറത്തു വന്നില്ല തോന്നുന്നു, സങ്കീർത്തനം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചെറു നോവല്, 2 ഗദ്യ കവിതാ സമാഹാരങ്ങള്, ഒരു ആത്മകഥ, വഴിത്തിരിവെന്നോ മറ്റോ ആണ് ഒരു ആത്മകഥ. ഇത് കൂടാതെ 15 സിനിമകൾക്ക് കഥയോ സംഭാഷണമോ എഴുതിയിട്ടുണ്ട്. 15 സിനിമകൾക്ക് കഥയോ സംഭാഷണമോ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 51 പുസ്തകങ്ങളാണ് തകഴിയുടേതായിട്ട് പുറത്തു വന്നത്. ഇനി തകഴിയുടെ രചനകളിലേക്ക് നമുക്ക് പോവാം. കഥ എഴുതിയതിന്റെ പേരില് ജയിലിൽ കിടക്കേണ്ടി വരിക. കഥ എഴുതിയതിന്റെ പേരില് ജയിലിൽ കിടക്കേണ്ടി വന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ എഴുത്തുകാരനാണ് പൊൻകുന്ന വർക്കി. ഇതിന് കാരണം ഒരു കഥയായിരുന്നു. 6 മാസം അദ്ദേഹത്തെ ജയിലിലിട്ടു. മാത്രമല്ല, ആദ്യത്തെ രാഷ്ട്രീയ കഥാകാരനായിരുന്നു പൊൻകുന്ന വർക്കി. എനിക്ക് നിങ്ങളുടെ തൊഴിലും വേണ്ട, നിങ്ങളുടെ ശമ്പളവും വേണ്ട, നിങ്ങളുടെ പെൻഷനും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജോലി ഉപേക്ഷിച്ച എഴുത്തുകാരനും പൊൻകുന്ന വർക്കിയായിരുന്നു. കാരണം വർക്കി വളരെ കഷ്ടപ്പെട്ടാണ് വിദ്യാഭ്യാസം നേടിയത്. വിദ്വാൻ പരീക്ഷ പാസ്സായതിനു ശേഷം പള്ളിയുടെ സ്കൂളില് ജോലി കിട്ടി. പള്ളിയെ വിമർശിച്ചതോടുകൂടി, പള്ളിയെയും പൗരോഹിത്യത്തെയും വിമർശിച്ചതിന്റെ ഫലമായിട്ട് പള്ളിക്കാര് വർക്കിയെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ഗവൺമെന്റ് സ്കൂളിലാണ് കയറിയത്. ഗവൺമെന്റ് സ്കൂളിൽ കയറിയപ്പോ ഭരണകൂടത്തിനെ വിമർശിച്ചു. ഭരണകൂടത്തിനെ വിമർശിച്ചപ്പോഴോ ഇതിന്റെ ഫലമായിട്ട് വർക്കിക്ക് അവിടെ നിന്നും പിരിച്ചുവിട്ടു. വർക്കി തീരുമാനിച്ചു, എനിക്ക് ശമ്പളവും വേണ്ട, പെൻഷനും വേണ്ട, നിങ്ങളുടെ ജോലിയും വേണ്ട. അങ്ങനെ ജീവിതാവസാനം വരെ പോരാടി ജീവിച്ച, 94-ാം വയസ്സിൽ മരിക്കുന്നത് വരെ നിലപാട് മാറ്റാത്ത ഒരു എഴുത്തുകാരനായിരുന്നു. മലയാള സാഹിത്യത്തിലെ രാഷ്ട്രീയ എഴുത്തുകാരൻ എന്ന് പേര് കേട്ട പൊൻകുന്നം വർക്കി. പ്രശസ്തമായ കഥയാണ് ശബ്ദിക്കുന്ന കലപ്പ. പിന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള, ഏറ്റവും വിവാദവും ജയിൽവാസമൊക്കെ നേടിക്കൊടുത്തിട്ടുള്ള കഥയാണ് മോഡൽ. അതിനൊപ്പം തന്നെ ഒരു കഥ കൂടി ഉണ്ടായിരുന്നു, മന്ത്രിക്കെട്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മോഡൽ എന്നുള്ള കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിന്റെ മോഡൽ എന്നുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ശബ്ദിക്കുന്ന കലപ്പ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം.
അതും വേണമെന്ന് പറഞ്ഞുതരാം, അതിനും കുഴപ്പമില്ല. എൽപ്പിയും കഥ പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് മോഡൽ എന്നുള്ള കഥ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. കഥ പുറത്തു വരുന്നത് 1947 1947 ഈ കഥ പുറത്തു വരാനുള്ള കാരണം, അന്ന് ഇവിടെ കേരളത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്, തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി ആയിരുന്നു. സർ CP രാമസ്വാമി. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പച്ച പരിഷ്കാരിയായിരുന്നു CP രാമസ്വാമി. മാത്രമല്ല വിദേശ രാജ്യത്തെ ഭരണത്തിൽ അമേരിക്കൻ ഭരണത്തോട് ഭരണരീതിയോട് വലിയ താല്പര്യവുമായിരുന്നു. 1946 കാരണം ഇന്ത്യ സ്വതന്ത്രമാകാൻ പോകുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നപ്പോ രാമസ്വാമി പറഞ്ഞു, തിരുവിതാംകൂറിൽ ഇന്ത്യ സ്വതന്ത്രമായാലും തിരുവിതാംകൂറിൽ രാജ്യഭരണം തന്നെ നിലനിൽക്കും. ഈ രാജഭരണം നിലനിൽക്കുമ്പോ രാജാവിന് വേണ്ടി, രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി എക്സിക്യൂട്ടീവ് രാജ്യം ഭരിക്കും. ആ എക്സിക്യൂട്ടീവ് രാജാവിന് എത്ര കാലം വരെ ഇഷ്ടം തോന്നുവോ അത്രയും കാലം അയാളായിരിക്കും എക്സിക്യൂട്ടീവ്. പിന്നെ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം അതിനു വേണ്ടിയിട്ട് വേറെ ചില കാര്യങ്ങൾ കൂടി സ്വീകരിച്ചു. തനിക്ക് വേണ്ടി സ്തുതി പാടാൻ അന്ന് തിരുവിതാംകൂറിലെ ദിവാൻ CP രാമസ്വാമി ആയിരുന്നു. തനിക്ക് വേണ്ടി സ്തുതി പാടാൻ അന്ന് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ചില ആൾക്കാരെ, ഒന്ന് AK പിള്ള, മറ്റൊന്ന് SNDPയുടെ നേതാവ് R ശങ്കർ, ഇവരെയൊക്കെ സ്തുതിപാഠകരായി നിയമിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഭരിപ്പിച്ചു. പിന്നെയോ ഒരിക്കലും തനിക്കെതിരെ ദിവാൻ ഭരണത്തിന് എതിരെ വരാവുന്ന വകുപ്പുകളൊക്കെ ഇല്ലാതാക്കി. പിന്നെ അന്ന് സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കേരളത്തിൽ ജാതിക്കെതിരെ, മതങ്ങൾക്കെതിരെ, വർഗങ്ങൾക്കെതിരെ, അഴിമതിക്കെതിരെ, പട്ടിണിക്കെതിരെ ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ നടന്നുണ്ട്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം സമരം നടന്നില്ല. വഴി നടക്കാനോ, വസ്ത്രം ധരിക്കാനോ, മീശ വയ്ക്കാനോ, കുളിക്കാനോ, എല്ലാവരും മുന്നിൽ ഒന്നിച്ചിരിക്കാനോ ഒന്നുള്ള സമരങ്ങൾ കേരളത്തിൽ നടന്നിത്ര സമരം നടന്നിട്ടില്ല. അവകാശ പോരാട്ടങ്ങൾ, അവകാശ സമരങ്ങൾ വളരെയധികം നടന്നുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തൊഴിലാളികളും സാധാരണക്കാരും ഒക്കെ വളരെയധികം പല കാര്യങ്ങളിലും അറിവുള്ളവരായിരുന്നു. മാത്രവുമല്ല വിദ്യാഭ്യാസത്തിന്റെയും കുറെയൊക്കെ വിദ്യാഭ്യാസം നേടിയുള്ള ചെറുപ്പക്കാർ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയുള്ള ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർ CPയുടെ ഇത്തരത്തിലുള്ള പല നിർദ്ദേശങ്ങളെയും ആൾക്കാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇന്ത്യ സ്വതന്ത്രമാകുമ്പോഴും ഞങ്ങൾ മാത്രം തിരുവിതാംകൂറിൽ ഒരു രാജ്യം ഒറ്റയ്ക്ക് നിൽക്കും എന്നുള്ള ആ തീരുമാനം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. മാത്രമല്ല ആലപ്പുഴ പോലെയുള്ള പ്രദേശങ്ങളില് ധാരാളം തൊഴിലാളികൾ തൊഴിൽ സംഘടനകളിൽ അംഗമായിട്ട് മുതലാളിമാരും തൊഴിലാളികളും തമ്മിൽ പലപ്പോഴും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളൊക്കെ നടന്നിരുന്നു. ഈ സമരങ്ങളെയൊക്കെ സർ CP അടിച്ചമർത്തി, ഒരു ദയില്ലാതെ അടിച്ചമർത്തി. അതിനുപയോഗിച്ചത് 5 രൂപ പോലീസ് പറഞ്ഞിട്ടുള്ള ഒരു ഗുണ്ട ഉണ്ടായിരുന്നു. തന്റെ ഒപ്പം നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, അവര് വിളിച്ചിരുന്ന 5 രൂപ പോലീസ് എന്നാണ്. പോലീസിലെ ഗുണ്ടകള്. അവര് പണി എന്താ വെച്ചാൽ സമരങ്ങൾ എവിടെ നടക്കണു, ഈ സമരം ചെയ്യണമൊക്കെ ആൾക്കാരെ മേക്കിട്ട് തരാൻ വേണ്ടിയിട്ടായിരുന്നില്ല, ചില അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം നടത്തിയിരുന്നതാ. പാവങ്ങളാ. ഇവരൊന്നും തല്ലാരും കുത്താരൊന്നും ആയിരുന്നില്ല.
ഇവരെ നിഷ്കരണം അടിച്ചമർത്തിയത് CP-യുടെ തന്നെ 5 രൂപ പോലീസ് പറയുന്ന ഒരു ഗുണ്ടാ വിഭാഗം ഉണ്ടായിരുന്നു പോലീസിൽ. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നിഷ്കരണം അടിച്ചമർത്തിയിരുന്നു. അങ്ങനെ 5 രൂപ പോലീസിനെയും അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് സർ CP തിരുവിതാംകൂറിലെ തന്റെ നല്ല കിരാതഭരണം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസമാണ് വയലാർ ദിനം നടന്നത്. അന്ന് ചില കണക്കെടുപ്പുകൾ നടത്തി. നമ്മുടെ 26-ന് 1946 ഒക്ടോബർ 26-ന് മാരാരിക്കുളത്ത് 13 പേര് മരിച്ചു. ഒളതലയിൽ 15 പേര് മരിച്ചു വെടികൊണ്ടിട്ട്. മോനാശ്ശേരിയില് 130 മുതൽ 180 പേര്. വയലാറില് 150 തൊട്ട് 250 പേര് വരെ. 27 ഒക്ടോബർ 27-ന് ഇത്രയധികം സാധാരണക്കാരാണ് മരിച്ചത്. ഇവരൊക്കെ തോക്കിന് മുമ്പിലേക്ക് കല്ലും വടിയും ഒക്കെ ആയി ചെന്നവരാ. തോക്കിന്റെ മുമ്പിലേക്ക് കൗങ്ങിന്റെ ആര് കൂർപ്പിച്ചിട്ടും കല്ല് കൂർപ്പിച്ചിട്ടും ഒക്കെ എതിർക്കാൻ ചെന്നവരാണ് വെടികൊണ്ട് ഇത്രയും പേര് മരിച്ചത്. ഇതിപ്പോ കഴിഞ്ഞ ദിവസത്തെ കണക്കാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വയലാറില് ഇത്രയും പേര് മരിച്ചത്. അപ്പോ ഇങ്ങനെ മരണം കൊണ്ട് എന്തിന് അവകാശങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരം സ്വന്തം രക്തം ചീന്തിയവരുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ആരഹങ്കരിക്കുന്നത്? CP-യെ പോലുള്ളവരാണ് അഹങ്കരിക്കുന്നത്. CP രാമസ്വാമിയെ പോലൊരാൾ അഹങ്കരിക്കുന്നത്. അങ്ങനെ അഹങ്കരിക്കുമ്പോ അതിനെതിരെ തൊഴിലാളികൾ മാത്രമല്ല എഴുത്തുകാരും മുന്നോട്ട് വന്നു, തൊഴിലാളികളെ ആശയപരമായിട്ട് അറിവുണ്ടാക്കുന്നതിന്. അങ്ങനെ തൊഴിലാളികൾക്കിടയിൽ അവകാശബോധം ഉണ്ടാക്കുന്നതിന്, സ്വാതന്ത്ര്യബോധം ഉണ്ടാക്കുന്നതിന് ഒക്കെ എഴുതപ്പെട്ടിട്ടുള്ള മികച്ച കഥകളിൽ ഒന്നും തന്നെയാണ് മോഡൽ എന്നുള്ള കഥ. മോഡൽ എന്നുള്ള കഥയിലെ പ്രധാന കഥാപാത്രം CP ഫ്രാൻസിസ് ആണ്. CP രാമസ്വാമി പേര് കേട്ട CP ഫ്രാൻസിസ്. ഈ CP ഫ്രാൻസിസ് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ധാരാളം യാത്ര ചെയ്ത് ധാരാളം അറിവുണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇയാള് ഒരു മികച്ച തയ്യക്കാരനാണ്. തയ്യക്കാരൻ എന്ന് പറഞ്ഞാൽ തുന്നക്കാരൻ. ഇയാൾക്ക് ഏത് തരത്തിലുള്ള, ഏത് രാജ്യത്തെ ഏത് തരത്തിലുള്ള വസ്ത്രം തുന്നാൻ അറിയാം. ഏത് മുതൽ ടവല് മുതൽ വലിയ വലിയ ആൾക്കാരുള്ള കോട്ട് വരെ ആർക്ക് തുന്നാൻ അറിയാം? ഫ്രാൻസിസിന് തുന്നാൻ, PP ഫ്രാൻസിസിന് തുന്നാൻ അറിയാം. ലോകത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും മൂപ്പർക്ക് പറയാൻ കഴിയും. ആര് ചോദിച്ചാലും മൂപ്പർക്ക് ഉത്തരമുണ്ട്. ഇങ്ങനത്തെ ഒരു കഥാപാത്രം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഞാൻ പറയാൻ സൂചിപ്പിക്കേണ്ടായിട്ട് മുഴയെന്നാണെന്ന് അദ്ദേഹത്തിന്റെ പേര്. കടുവാക്കുഴി ഗ്രാമത്തില് ഒരു പ്രധാന അറിവുള്ള ആളായത് അത്രേ മുഴയെന്നാണ്. മൂപ്പർക്ക് തലച്ചോറുണ്ട്. അത് കൂടാതെ തലയുടെ മുകളിൽ വേറൊരു മുഴയുകൂടിയുണ്ട്. അത് എക്സ്ട്രാ തലച്ചോറാണ്. എക്സ്ട്രാ തലച്ചോറ് വലിയ വലിയ കാര്യങ്ങൾ, സാധാരണ കാര്യങ്ങൾ ചിന്തിക്കാൻ കുറച്ച് തലച്ചോറ്, പിന്നെ അത് കൂടാതെ കൂടുതൽ എക്സ്ട്രാ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് കുറച്ച് തലച്ചോറ് ദൈവം കൊടുത്താണ് താഴിന്റെ ഉള്ളിൽ മുഴയിൽ കുറച്ചുകൂടി തലച്ചോറ്. അതാ മുഴയെന്നാണ്. പിന്നെ അതുപോലെ ആ നാട്ടിലെ എല്ലാ വിവരങ്ങളും പറയുന്ന ആള് ബഷീർ ആണ് ഒരു കഥാപാത്രത്തെ പറയുന്നത്. അയാളുടെ പേരാണ് കണ്ടം പറയുന്നതാണ് പേര്. കണ്ടം പറയന് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സാധു മനുഷ്യനാണ്. ഇയാള് എന്താ പ്രധാനമായിട്ട് ചെയ്യുന്നത് പണിച്ചാൽ കഞ്ചാവ് വലിക്കുക, പച്ചമാങ്ങ കടിച്ച് തിന്നുക. അതാ അയാളെ പണി. രസിക്കുക. കണ്ടം പറയനോടാണ് നാട്ടിൽ ആർക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും പോയി ചോദിക്കുക. അത് കോഴി പോയാലും, പശു പ്രസവിക്കാനാലും, ഏതെങ്കിലും പെണ്ണുങ്ങൾ ചാടിപ്പോയാലും, നാട്ടിൽ എന്ത് സ്കൂളിലേക്ക് കൊണ്ടുവന്ന മരം കട്ടുകൊണ്ട് പോയാലും, ചാണകം കളവ് പോയാലും, ചാണകം കളവ് പോവുക അത് ചിന്തിക്കാൻ പറ്റും. ഒരു കാലത്ത് കളവ് പോയിരുന്നത് ചാണകം കത്തുന്നൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. ആലോചിച്ചു. നെല്ല് കത്തുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്ന് വഴി കിടക്കണോണ്ട് നെല്ലും കൂടി കത്താൻ മനുഷ്യൻ ഉണ്ടോ? വഴിയിൽ കിടക്കുന്ന നെല്ല് കക്കാൻ ഉണ്ടെങ്കിലും എടുക്കില്ല. നെല്ല് പറക്കിക്കൊണ്ട് കൊയ്ത്തു കഴിഞ്ഞ പാടത്തെ ധാന്യം പറക്കിക്കൊണ്ട് ജീവിച്ചിരുന്ന
സന്യാസി മഹർഷിമാരെ കുറിച്ച് മഹാഭാരതത്തില് പറയുന്നുണ്ട്. കാരണം വേറൊന്നും അവര് സ്വീകരിക്കില്ല. വിളവ് കഴിഞ്ഞാൽ പാടത്ത് നിന്ന് പറക്കിക്കൊണ്ടുവരുന്ന നെല്ല് മാത്രമേ, നെല്ല് ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് ഉപജീവനം നടത്തിയിരുന്ന മനുഷ്യന്മാരെ കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറഞ്ഞ്, കടുവാക്കുഴി പറഞ്ഞ്, മുടയനാണുവിനെ പറഞ്ഞ്, കണ്ണമ്പറയെ കുറിച്ച് പറഞ്ഞൊക്കെയാണ് പോയി, അവിടേക്കൊക്കെ പോയി. പക്ഷെ അതുപോലൊരു കഥ ഒരു ആൾക്കാർ വെച്ചു, അല്ല ഫ്രാൻസിസ് ചേട്ടാ, നിങ്ങൾ ഈ ഫുൾ കൈ ഷർട്ടും കോളറുള്ള ഷർട്ടൊക്കെ വെച്ചുകൊണ്ട്, അന്നത്തെ കാലത്ത് കോളറുള്ള ഷർട്ടൊക്കെ വെക്കുക, ഫുൾ കൈ ഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം, ഇതൊക്കെ വെച്ച് നടക്കാനുള്ള കാരണം എന്താ ചോദിച്ചു പീഡിയയിലിരിക്കുമ്പോഴേ. അപ്പൊ ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞു, ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ മദ്രാസിൽ ഒരു പുൽത്തകിടിയില് അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരന് ലോ സെക്രട്ടറിയേറ്റ് നിയമന ഉത്തരവ് കിട്ടി. അപ്പോ എൻ്റെ കൂട്ടുകാരന് നിയമ സെക്രട്ടറി ആയിട്ട് ഉത്തരവ് കിട്ടിയതിന്റെ ഓർമ്മയ്ക്ക് അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇനി മേലെ ജീവിതാവസാനം വരെ കോളറുള്ള ഷർട്ട്, ഫുൾക്കൈയിലെ ഷർട്ട് ഇടുള്ളൂ. അപ്പൊ വേറൊരാൾ ചോദിച്ചു, അല്ല തോമസ് പിന്നെ ഫ്രാൻസിസ് ചേട്ടാ, ഈ 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തില് അയ്യാ വയ്യാ വയ്യാ വേലിനൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെ വന്നു വെച്ചു. അപ്പൊ ഉടനെ CP ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞു, ഇപ്പൊ നോക്ക്, തയ്യൽക്കാർ എന്റെ പേര് ഇയല്ലേ, ആ പോണതാരാ? അയ്യങ്കാരല്ലേ, പട്ടിണി സ്വാമി, ആ പോണ അയ്യങ്കാര്, അതിന് ഇയല്ലേ. ഇന്ന പോലെ പുസ്തകത്തിൽ വന്നു. അങ്ങനെയാണ് 1ാം ക്ലാസ്സിലെ പുസ്തകത്തില് ഇയാന്നുള്ളത് വന്നത്. പിന്നൊന്ന് ചോദിച്ചു, അല്ല CP ഫ്രാൻസിസ് ചേട്ടാ, നിങ്ങൾ എന്താ കണ്ണട വെക്കാത്തത്? കണ്ണ് വേണ്ടത്ര പ്രായക്കായില്ലേ, കണ്ണട വെക്കാത്ത എന്ത്? അപ്പൊ ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞു, ഈ കണ്ണട വെച്ചാൽ ഒരു കുഴപ്പമുണ്ട്, നമ്മുടെ കണ്ണുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്, അനന്തമായ ആകർഷണ ശക്തിയുണ്ട്, വശീകരണ ശക്തിയുണ്ട് നമ്മുടെ കണ്ണുകൾക്ക്. എന്റെ കണ്ണുകൾക്ക് അപാരമായ വശീകരണ ശക്തിയുണ്ട്. ആ വശീകരണ ശക്തി ഞാനുമായി സംസാരിക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണട വയ്ക്കുന്നത്. CP ഫ്രാൻസിന് വേറെ ചില ഗുണങ്ങൾ കൂടിയിട്ട്, മൂപ്പരെ വളരെ വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള ആളാണ്. ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ മൂപ്പര് സ്പെഷ്യലാണ്. സദാസമയം മൂപ്പരെ കഴുത്തിനൊരു ടേപ്പ് എന്തുവിടും, ശരീരത്തിലെ പലയിടത്ത് സൂചി പിന്നെ ടേപ്പ് ഇതൊക്കെ സദ ധരിച്ചിട്ടാണ് മൂപ്പര്. മൂപ്പരുടെ പണിക്കാരെ കൂടാതെ മൂപ്പരെ കടയ്ക്ക് ചുറ്റും മൂപ്പരെ കയ്യിൽ നിന്ന് വിടുവായുധം കേൾക്കാൻ വേണ്ടിയിട്ട്, ഇഷ്ടം പോലെ കേൾക്കാൻ വേണ്ടിയിട്ട് ചുറ്റുഭാഗത്ത് എപ്പോഴും കടയിൽ ആളുണ്ട്. കടയിലാണെങ്കിൽ പല വിധത്തിലുള്ള വസ്ത്രങ്ങൾ അങ്ങനെ തയ്ച്ച് കെട്ടി തൂക്കിയിട്ട് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഫ്രാൻസിസ് ചേട്ടൻ അങ്ങനെ തിരുവിതാംകൂറിലെത്തിയപ്പോഴാണ് ഫ്രാൻസിസ് ചേട്ടന് നല്ല കാലം ഉണ്ടായത് എന്നാ പറയപ്പെടുന്നത്. കാരണം ആരാരും അറിയപ്പെടാതിരുന്ന CP ഫ്രാൻസിസ് തിരുവിതാംകൂറിലെത്തിയപ്പോ പ്രശസ്തനായി. ഇതിന് കാരണം മൂപ്പർക്ക് ഫാഷൻ രീതിയിൽ വസ്ത്രം തുന്നാൻ അറിയാമായിരുന്നു. CP ഫ്രാൻസിസിന് നല്ല രീതിയിൽ നല്ല മനോഹരമായിട്ട് ഫാഷനുകൾ തുന്നാൻ അറിയാം. അതുമല്ല കാരണം രാജകൊട്ടാരത്തിലെ പെണ്ണുങ്ങൾക്ക് വസ്ത്രം തുന്നി കൊടുക്കണ്ടായി ഫ്രാൻസിസ്. ഇതോടുകൂടി രാജകൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ പോലും CP ഫ്രാൻസിസിന്റെ കയ്യിൽ നിന്നാണ് വസ്ത്രം തുന്നി വാങ്ങുന്നത്. അതുകൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം ആര് വസ്ത്രം തുന്നിയാ മതി? CP ഫ്രാൻസിസ് ബ്ലൗസ് തുന്നിയാ മതി, അല്ലെങ്കിൽ വേറെന്താ വെച്ചാൽ തുന്നിയാ മതി, വേറെ ആരും സമ്മതിക്കില്ല. അതുകൊണ്ട് തിരുവിതാംകൂർ വന്നപ്പോ CP ഫ്രാൻസിസിന് പേരും പ്രശസ്തിയും വർദ്ധിച്ചു. ആ നാട്ടില് CP ഫ്രാൻസിസിന്റെ വാക്കുള്ളൂ. മൂപ്പര് പറയുന്നതാണ് ശരി, മൂപ്പര് അഭിപ്രായമാണ് ശരി, മൂപ്പര് കാഴ്ചപ്പാടാണ് ശരി. വേറൊരു കുഴപ്പം കൂടിയുണ്ട് CP ഫ്രാൻസിസിന്. തുന്നാൻ വേണ്ടിയിട്ട് തുണിയായിട്ട് തന്ന ഫ്രാൻസിസ് ചോദിക്കും, തന്റെ പേരെന്താ, എന്താ തന്റെ ജാതി, തന്റെ നിറം ഒരു പ്രത്യേകമാണല്ലോ, അതുകൊണ്ട് ഈ ഷർട്ട് എടുത്ത് ചെയ്യില്ല, ഈ തുണി പറ്റൂല. ഞാൻ പറയും, നിനക്ക് ഈ മോഡല് പറ്റൂല, നിനക്ക് ഈ രൂപം പറ്റില്ല. അങ്ങനെ പറഞ്ഞ് CP ഫ്രാൻസിസ് മൂപ്പർക്ക് ഇഷ്ടമുള്ള വസ്ത്രം തുന്നി കൊടുക്കും. ഇതാണ് മൂപ്പരെ വൃത്തിയേത. അല്ലാതെ
മറ്റൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വസ്ത്രം മൂപ്പരൊന്നും കിട്ടൂല. മൂപ്പർ ഇഷ്ടപ്പെടുന്ന ഫാഷനില് മൂപ്പരെ നിറവും വർണ്ണവും ജാതിയും വർഗമൊക്കെ നോക്കിയിട്ടാണ് ഒരു തയ്ക്കൂ. അങ്ങനെ നാട്ടിലങ്ങനെ സുൽത്താനായിട്ട് വാഴുന്ന കാലത്താണ് ഒരു സംഭവം ഉണ്ടായത്. ആ നാട്ടില് പാപ്പൻ എന്ന് പറയുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരുണ്ടായിരുന്നു. പാപ്പൻ എന്ന് പറയുന്ന ഒരു സാധാരണ, കാരണം ഒരുപാട് കാലമായി ഷർട്ട് ധരിച്ചിട്ട് ഒരു ഷർട്ട് തയ്ക്കണം. ഓണക്കാലത്ത് പുതുവസ്ത്രങ്ങളും നല്ല ഭക്ഷണമാണല്ലോ ഓണക്കാലത്തിന്റെ പ്രത്യേകത. ഒരു ഷർട്ട് ധരിക്കുക എന്ന് പറഞ്ഞ ഒരു കാലത്ത് വലിയ അഭിമാനമായിരുന്നു. അപ്പൊ ഓണക്കാലത്ത് ഒരു ഷർട്ട് തയ്ച്ചിടാൻ പാപ്പന് വലിയ കൊതിയായി. ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ള പാപ്പൻ എന്നുള്ള ചെറുപ്പക്കാരന് ഷർട്ട് തയ്ക്കാനുള്ള മോഹം. അതിന് എവിടുന്നാ തുണി കിട്ടുക? ഇന്നത്തെ പോലെ ഇഷ്ടം പോലെ തുണിക്കടയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് റേഷൻ കടയിലാണ് തുണി വരിക, ഷർട്ടിന് വസ്ത്രത്തിന് തുണി വരിക. ഈ തുണി കിട്ടണമെന്ന് ഭയങ്കര പാടാ. പ്രാപ്തി കഴിവുള്ളവർക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും, പ്രാപ്തി ഇല്ലാത്തവർക്ക് കിട്ടൂല, വാങ്ങാൻ കിട്ടൂല. അങ്ങനെ വളരെ മോഹിച്ച് പാപ്പൻ കാശുണ്ടാക്കുക മാത്രമല്ല അതിന് ഒരു തുണി തേടി പിടിച്ചു. റേഷൻ കടയിൽ കിട്ടിയില്ല. അങ്ങനെ മൂപ്പര് ഇഷ്ടപ്പെട്ട ഒരു തുണി വാങ്ങിച്ചു കൊടുത്തു. തുണി വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം നേരെ പി ഫ്രാൻസിസിന്റെ തയ്യക്കടയിൽ കൊണ്ടുപോയി കൊടുത്തു. ചേട്ടാ, എനിക്കൊരു ഷർട്ട് തുന്നി തരണം. അതിനെന്താ, തുന്നി തരാമല്ലോ. മൂപ്പര് ഫ്രാൻസിസിന് തുണി കൊടുത്തു. ഈ പി ഫ്രാൻസിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മൂപ്പര് തുണി വെട്ടുന്നത് കണ്ടാൽ തുണി കൊണ്ടേ കൊടുക്കണവർ പോലും കരഞ്ഞു പോകും. കാരണം എന്താ, മൂപ്പര് മേശയ്ക്ക്, കട്ടിങ് മേശയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മേശയുടെ വലിപ്പുകളില് ഒരുപാട് വലിപ്പുണ്ട്. ഈ വലിപ്പുകളിലൊക്കെ വിവിധ രാജ്യങ്ങളിലെ വസ്ത്രങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങൾ അടങ്ങിയുള്ള പുസ്തകങ്ങൾ, അതിന് കാറ്റലോഗ്, ഓരോ വലിപ്പിലും ഓരോ രാജ്യത്തെ കാറ്റലോഗാണ്. മൂപ്പര് തുണി വെട്ടിന് കണ്ടാണ്ടല്ലോ അത്ഭുതപ്പെട്ടു, ദയയില്ലാത്ത രീതിയിൽ വെട്ടുക. നമ്മൾ വളരെ മോഹിച്ച് ഒരു ശീല കൊണ്ടേ കൊടുത്താൽ മൂപ്പര് അങ്ങോട്ട് വെട്ട് അല്ലെങ്കിൽ മെലങ്ങോട്ട് വെട്ടും. ഒരു ദയില്ലാതെ കൊണ്ടേ കൊടുക്കുന്നതിന് ചങ്ക് പിടയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ മൂപ്പര് ചിരിച്ചുകൊണ്ടൊരു വാക്ക് പറയും, ഈ നാട്ടിൽ എന്നെ പോലെ തുണി വെട്ടാൻ വേറെ ആരുമില്ല. കാരണം ഞാൻ അത്രയും പ്രശസ്തനാണ്, പലയിടങ്ങളിലും പോയി പഠിച്ചതാണ്. എനിക്ക് തുന്നുന്നതിലല്ല ഇഷ്ടം, വെട്ടുന്നതിലാണ്. എനിക്ക് തുന്നുന്നതിലല്ല ഇഷ്ടം, എനിക്ക് വെട്ടുന്നതിലാണ്. അതാ ഞാൻ വളരെ പ്രശസ്തനായ വെട്ടലുകാരനാണ്. എന്തെങ്കിലും ആവട്ടെ, പാപ്പന് വലിയ സന്തോഷത്തോടു കൂടി തുണി തയ്ക്കാൻ കൊടുത്ത് വീട്ടിലേക്ക് പോയി. ഓണം അതാ വരാൻ പോകുന്നു. ഒന്നാം ഓണം തുടങ്ങുന്നതിന് മുമ്പ് നേരത്തെ തന്നെ വസ്ത്രം തയ്ച്ച് കിട്ടണം. പാപ്പൻ ഒന്നാം ഓണത്തിന് മുമ്പ് തന്നെ പി ഫ്രാൻസിസിന്റെ കടയിലെത്തിയപ്പോ പി ഫ്രാൻസിസ് വളരെ കാര്യക്ഷമമുള്ള ആളാണ്. കൃത്യമായിട്ട് തുന്നാൻ ഏൽപ്പിച്ചെന്നിട്ട് പറയും, നാളെ വരൂ, ബട്ടൺ വെക്കട്ടെ, അല്ലെങ്കിൽ ഇസ്തിരി ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ വെട്ടാൻ വിട്ടുപോയി, ആ നൂല് കിട്ടിയില്ല എന്നൊന്നും ഫ്രാൻസിസ് പറയില്ല കേട്ടാ. പക്ഷേ കൃത്യമായി തയ്ച്ചു വെച്ചിരുന്നു. പാപ്പൻ ആയിച്ചു മോഹിച്ച് തയ്പ്പിച്ച ഷർട്ടാണ്. അപ്പൊ തന്നെ നിർത്തി നോക്കി, ഉടനെ ധരിച്ചു പാപ്പൻ. അപ്പോഴാണ് കഴുത്ത് ഇറുകിയിരിക്കുന്നു. കഴുത്ത് അങ്ങോട്ടോട് തിരിക്കാൻ പോയി. കഴുത്തിന് ഭയങ്കര കുടുക്കം. മാത്രമല്ല കയ്യിട്ട് നോക്കുമ്പോഴോ രണ്ട് കയ്യും ഇളക്കാൻ കഴിയുന്നില്ല. ഷർട്ടാണെങ്കിലോ ഒരു മുറിക്കയ്യനാണ്. മുറിക്കയ്യൻ. പാപ്പൻ അവിടെ നിന്നുകൊണ്ട് ആകേണ്ട എന്താണ്, അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് കയറിയിട്ട് വല്ലാത്ത അവസ്ഥയിലായി. കഴുത്തൊന്ന് തിരിച്ചു നോക്കി ഇളക്കാൻ പറ്റില്ല, ചുമലൊന്ന് ഇളക്കി നോക്കി ഇളക്കാൻ പറ്റില്ല. നെഞ്ഞത്തെ ബട്ടടാന്ന് നോക്കി, നെഞ്ഞും ആകെ മുറിയിൽ കിടക്കുന്നു. കൈയൊന്ന് ഇളക്കാൻ നോക്കി ഇളക്കാൻ പറ്റില്ല. ആകെ ഇങ്ങനെ ഈ റോബോട്ട് പോലുള്ള ഷർട്ടാണ് പി ഫ്രാൻസിസ് തുന്നി കൊടുത്തിരിക്കുന്നത്. സങ്കടം സഹിക്കാൻ വയ്യാതെ പാപ്പൻ ഈ ഷർട്ട് ഊരി. ഇത് കണ്ടപ്പോ പി ഫ്രാൻസിസ് നോക്കി, എന്താണോ പ്രശ്നം? ഞാൻ ഇത്തരത്തിലൊരു ഷർട്ടല്ല നിങ്ങളോട് തയ്ക്കാൻ വേണ്ടി പറഞ്ഞത്. എന്താണ് കുഴപ്പം? എന്റെ കഴുത്താ കയറിയിരിക്കുന്നു. എനിക്ക് എന്റെ കഴുത്തുകൾ ഇളക്കണം. കഴുത്ത് കുടുങ്ങിയ ഒരു വസ്ത്രം എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കൈകൾ ഇളക്കാൻ കഴിയുന്നില്ല. കൈകൾ ഇളക്കാൻ കഴിയണം. എന്റെ കൈകൾ ഫ്രീ ആയിട്ട് ഇളക്കാൻ കഴിയണം. എനിക്ക് എന്റെ നെഞ്ച് ശരിക്കും നിവർത്തി ശ്വാസം വിടാൻ കഴിയുന്നില്ല. എന്റെ ഹൃദയം പോലെ കുടുങ്ങിപ്പോകുന്നു.
എൻ്റെ നെഞ്ച് വിടർത്തി നിൽക്കാൻ കഴിയുന്ന ഷർട്ടാണ് എനിക്ക് വേണ്ടത്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഷർട്ടല്ല നിങ്ങൾ എനിക്ക് തുന്നി തന്നിട്ടുള്ളത്. പാപ്പൻ അവിടെ നിന്നുകൊണ്ട് രോഷത്തോടുകൂടി പറഞ്ഞു. ഇങ്ങനെ ഒരാൾ കടയിൽ വന്നെന്ന് പറയുന്നത് ആ നാട്ടിൽ ആദ്യമായിരുന്നു. 4 പുറത്തുള്ള കടയിലെ ആൾക്കാരൊക്കെ ഇത് കേട്ടിട്ട് അങ്ങോട്ട് വന്നു. കടയിലെ ആൾക്കാർ കൂടി. അപ്പോ ഫ്രാൻസിസ് തൻ്റെ കഴുത്തിലുള്ള ടാപ്പ് എടുത്ത് നോക്കി. ശരിയാണ്, സാധാരണ ഷോൾഡറിൽ നിന്ന് കീഴ്പ്പെട്ട് മുട്ട് വരെ നീളെടുത്താണ് മൂപ്പര് ഷർട്ട് തയ്ച്ചത്. ആ അളവും നെഞ്ചളവും ഒന്നായിരിക്കും എന്നാണ് CP ഫ്രാൻസിസ് മനസ്സിലാക്കിയത്. അയാളുടെ നീളവും നെഞ്ചളവും ഒന്നായിരിക്കും എന്നൊരു പൊതുധാരണ ഉണ്ടത്. അത് പ്രകാരമാണ് മൂപ്പര് ഷർട്ട് തയ്ച്ചത്. എന്നാൽ എനിക്കെന്താ ശ്വാസം വിടാൻ കഴിയുന്നില്ലല്ലോ. എനിക്കെന്റെ നെഞ്ച് സ്വതന്ത്രമാകണം, ഹൃദയം സ്വതന്ത്രമാകണം, ശരിക്കൊന്ന് ശ്വാസം വിടണം. അതിന് കഴിയുന്നില്ലല്ലോ. അപ്പൊ ഫ്രാൻസിസ് തന്റെ കാറ്റലോഗൊക്കെ മറിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, എടോ പാപ്പ, താനിപ്പെട്ട ഷർട്ടുണ്ട്. ഈ ഷർട്ടേ അമേരിക്കൻ മോഡലാ, മനസ്സിലായോ നിനക്ക്? നീ പറയുന്നതേ ഇംഗ്ലീഷ് മോഡലിലെ ഷർട്ടാണ്, ബ്രിട്ടീഷ് മോഡലിലെ ഷർട്ടാണ്. എടോ തനിക്ക് ചേരുന്നത് അമേരിക്കൻ മോഡലാണോ? അമേരിക്കൻ മോഡൽ ഷർട്ടാ ഞാൻ നിനക്ക് തയ്ച്ചിട്ടുണ്ട്. ഈ ചിത്രം നോക്കാൻ അതിൽ കാണാനില്ലേ? ഈ ചിത്രത്തിന് പോലെയുള്ള അമേരിക്കൻ ഷർട്ടാണ് നിനക്ക് തയ്ച്ചിട്ടുള്ളത്. ഇത് കേട്ടോടുകൂടി പാപ്പൻ ഒന്നുകൂടി ദേഷ്യം കയറി. എന്റെ ഇഷ്ടം തീരുമാനിക്കുന്നത് നിങ്ങളോ ഞാനോ? വെടി പൊട്ടുന്ന ശബ്ദത്തില് പാപ്പൻ ചോദിച്ചു, എന്റെ ഇഷ്ടം തീരുമാനിക്കുന്നത് നിങ്ങളോ ഞാനോ? ഇങ്ങനൊരു ചോദ്യം ആ നാട്ടിൽ ആദ്യം ഒരാൾ ചോദിക്കുന്നത്, ചോദിച്ചത് പാപ്പനായിരുന്നു. എന്റെ ഇഷ്ടം തീരുമാനിക്കുന്നത് നിങ്ങളോ ഞാനോ? ഞാൻ എങ്ങനെ ഷർട്ട് ധരിക്കണം? എന്റെ ഷർട്ടിന് എവിടെ മുറുക്കം വേണം, എന്റെ കുടുക്ക് എവിടെ ഫ്രീ ആവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചത് കഴുത്ത് കുടുങ്ങാത്ത, എനിക്ക് ശ്വാസം വിടാൻ കഴിയുന്ന, എന്റെ കൈകൾ സ്വതന്ത്രമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഷർട്ടാണ്. അതല്ലല്ലോ എനിക്ക് ഈ ഷർട്ട് വേണ്ട. പക്ഷേ എന്റെ ഇഷ്ടത്തിലുള്ള ഷർട്ട് ഞാൻ വാങ്ങുക തന്നെ ചെയ്യും. അത് വേറൊരു വാക്കായിരുന്നു. രണ്ടാമത് കേൾക്കുന്ന വാക്കാണ്. ഒരു ചെറുപ്പക്കാരിൽ നിന്ന് എന്റെ